ആകാശം ആലോചിച്ചിട്ടുണ്ടോ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം? എൻ്റെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. പണ്ട് 10 പഠിക്കുമ്പോൾ ഞങ്ങളിലൊക്കെ ഒരു 5-6 വയസ്സിന് മൂപ്പുള്ള ഒരുത്തൻ ഞങ്ങളോട് പഠിക്കാനുണ്ടായിരുന്നു. ഇവൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ നിൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു എന്ന്. അതിവൻ എന്നോട് മാത്രമല്ല ആ സ്കൂളിൽ നടന്ന ആ പിള്ളേരോടൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പോയിട്ട് അമ്മയോട് തട്ടിക്കയറി നിർത്താൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എൻ്റെ പഠിപ്പിനൊക്കെ വേണ്ടിയിട്ടാണെന്ന്. ഞാനപ്പോൾ സ്കൂളിൽ പോക്കങ്ങ് നിർത്തി. എന്നിട്ട് അവന് നിർത്തിയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അനിയൻ്റെ പഠിപ്പിനും ചിലവിനൊക്കെ വേണ്ടിയിട്ടാണെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി ഞാൻ സെൻട്രിങ്ങിൻ്റെ പണിക്ക് പോയി തുടങ്ങി. അപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 15-16 കുറച്ചധികം നാളായി. അമ്മ അമ്മ അവർ സിഫിലിസ് വന്ന് മരിച്ചുപോയി. ഞാൻ പറഞ്ഞില്ല ചെക്കൻ കൂടെ പഠിച്ചതെൻ്റെ, അവനും മരിച്ചുപോയി. ഇത് ഈ വി കെ കൺസ്ട്രക്ഷൻ്റെ വർക്കേഴ്സിൻ്റെ സൂപ്പർവൈസർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നു ഇതില്ല. എന്താ പേര്? ആകാശ്. ഞാൻ രാധാകൃഷ്ണൻ. ഏതാ സെക്ഷൻ? ഞാൻ വെൽഡിങ്. ഞാൻ കാർപ്പൻട്രിയില്ല. ഇതിന് 30 നാളിന് എന്ത് പറ്റി? അങ്ങനെ പറ്റിയൊന്നുമില്ല അയാൾക്ക്. പുള്ളിയുടെ മോന് നാട്ടിൽ ബാങ്കിൽ ജോലി കിട്ടി. അപ്പം ആളങ്ങോട്ട് ഷിഫ്റ്റായി. ഓ, അപ്പം നല്ല രാശിയൊക്കെ ഉള്ള മുറിയാണല്ലോ. എന്താ സ്പെഷ്യല്? അയ്യോ, സ്പെഷ്യലൊന്നുമില്ല ഏട്ടാ. കുറച്ച് തക്കാളിക്കറിയും ചോറും വെച്ചിട്ടുണ്ട്. ചേട്ടൻ കൂടി എടുക്കട്ടെ? വേണ്ട, ഞാൻ സ്റ്റേഷനിൽ നിന്ന് കഴിച്ചതാ. ഓക്കെ. ആകാശ് നാട്ടിലെവിടെയാ? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്ത് എവിടെ? വെമ്പായം എന്ന് പറയും. ആ, വെമ്പായത്ത്. ചേട്ടൻ അറിയാൻ വഴിയില്ല, കുറച്ച് അകത്തേക്ക് കയറിയിട്ടാ. ശേ, പറയുന്നേ, ഞാൻ അവിടെയൊക്കെ കുറെ കറങ്ങിയിട്ടുള്ളതാ. മഞ്ഞപ്പാറ. അയ്യോ, ഞാൻ അതിന്റെ തൊട്ടടുത്തല്ലേ, വെട്ടുപാറ, പാലത്തിന്റെ തൊട്ടടുത്ത്. അവിടെ ഏത് വീട്ടിലെയാ? അവിടെ എനിക്കിപ്പോൾ വീടും കുടുംബമൊന്നുമില്ല. ചന്ദ്രന്റെ മോനാണോ പുളിക്കലെ? അല്ല. അല്ല അല്ലേ? ഈ പ്രായത്തിൽ ചന്ദ്രനെയും കാണാൻ ഏകദേശം ഇതുപോലെയൊക്കെ ആയിരുന്നു.
പിന്നെ അവൻ്റെ ഒരു മോനുണ്ടായിരുന്നു, പുറത്തെങ്ങാണ്ടായിരുന്നു, അതാ ചോദിച്ചത്. ആ, ഇപ്പൊ പിടികിട്ടി. ലളിതേര മോനാണല്ലേ? ചേട്ടനിപ്പോൾ എന്താ വേണ്ടേ? ചന്ദ്രൻ ഒരു 4-5 കൊല്ലം മുമ്പെയാ മരിച്ചത്. സിഫിലിസ് ആയിരുന്നു കുറെ കാലമായിട്ട്. പിന്നെ മഞ്ഞപ്പാറയിൽ സിഫിലിസ് ഫേമസ് ആയിരുന്നല്ലോ. ഒരു അനിയനുണ്ടായിരുന്നല്ലോ, നമ്മുടെ പഴയ SI ശശാങ്ക സാറിന്റെ അതേ ഛായയില്. ചിരിക്കണോ നായിൻ്റെ മോന്? ഹലോ, ഉറക്കമാണോ? കുറച്ച് ക്ഷീണത്തിലായിരുന്നു. ചേട്ടനെന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, ഇന്ന് വർക്കില്ല. അത് ഞാൻ ദേ ഇവിടെ ഇരിപ്പാ. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? കൊള്ളാലോ, പ്രകൃതി രമണിയാണല്ലോ മൊത്തം. ആ, പരീക്ഷയല്ലേ, പഠിക്കുന്നുണ്ടാ? സമയമുണ്ട്, നോക്കുന്നുണ്ട്. എനിക്ക് ഉച്ചയായില്ലേ, എനിക്കണം. എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എടാ ശരി, എന്നാല് നിനക്ക് പൈസക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കയ്യിലുണ്ട്. പിന്നെ അടുത്ത വീക്ക് സ്കോളർഷിപ്പും കയറും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ശരി എന്നാ.